കഴിഞ്ഞ വട്ടത്തെക്കാട്ടും ഈ വട്ടം ഗംഭീരായിട്ടുണ്ടല്ലേ? അതെ നന്ദിനി, പറയാനുണ്ടോ? ഈ വട്ടത്തെ പരിപാടി ഉഷാറായിരിക്കും, നോക്കിക്കോ. അല്ല, പപ്പി വിളിച്ചായിരുന്നോ? അവളെന്താ പാട്? ഇവിടെ എത്തിയോ? ഹേയ് ഇല്ല, കുറച്ചു മുന്നേ വിളിച്ചതേ ഉള്ളൂ. അവള് അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂന്നാ പറഞ്ഞേ. ഓ അത് ശരി. അപ്പോ ഇവിടെ എത്തുമ്പത്തേക്കും ഒരു 6:30-7 മണി ആവൂലേ? തറകളയൊക്കെ തുടങ്ങുന്ന നേരത്തായിരിക്കും അവര് വരിക. അതെ നന്ദിനി. എടാ ചന്ദ്ര. എന്റെ അമ്മേ. ഓ, നിങ്ങൾ ഇവിടെ കഥയും പറഞ്ഞു നിന്നോ? പിള്ളേരാണെങ്കിൽ അവരെ വൈക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തേടാ പാര നടക്കന്നെ. വിട്ടേക്ക് അമ്മേ, വല്ലപ്പോഴല്ലേ പുറത്തിറങ്ങുന്നേ. അവര് അടിച്ചു പൊളിക്കട്ടെന്നേ. അടിച്ചു പൊളിക്ക. അതെന്താ, നമ്മളെ കൂടെ നടന്നാ അവർക്ക് അടിച്ചുപൊളി ആവത്തില്ലേ? ഒറ്റയ്ക്ക് നടന്നാലേ അടിച്ചുപൊളി ആവത്തുള്ളൂ. ഈ കാലത്ത് എന്തൊക്കെ നടക്കുന്നതാ. ആ പിള്ളേരെ വിളിച്ച് കൂടെ തന്നെ നടത്താൻ നോക്ക്. വല്ലയിടത്തും ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാ ആര് തേടി ഇറങ്ങാനാ? ഓ എന്റെ അമ്മേ, നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയതല്ലേ, എന്തിനെങ്ങനൊക്കെ പറയുന്നേ? നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവില്ലോ, പിന്നെ അവിടെ പോവാനാ? ഇവിടെ ഉള്ളവരൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരല്ലേ. അത് കരുതി പിള്ളേരെ പാട്ടിന് വിടലാണോ? ഞാൻ പിള്ളേരെ വിളിച്ചേ, ഞാൻ നോക്കിക്കോളാം അവറ്റങ്ങളെ. അതെ ചന്ദ്രേട്ടാ, അതാ നല്ലത്. പിള്ളേരെ വിളിച്ചേരെ, നമ്മളെ കൂടെ തന്നെ കൊണ്ടുപോവാ. അല്ല സീതേ, അത് പിന്നെ വിളിക്ക് ചന്ദ്രേട്ടാ. ഇത്ര ആൾക്കൂട്ടുള്ളതല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയി കഴിഞ്ഞാ കാണാൻ പറ്റത്തില്ലെന്നേ. അമ്മ പറയണ ശരി, നിങ്ങളൊന്ന് വിളിച്ചേ. വിളിക്കാം. ഉണ്ണി, എന്താ അച്ഛാ? പിള്ളേരെല്ലാരും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നേ. ദേ വരുന്നേ. ഓ, ഈ അച്ഛൻ എന്തെങ്കിലും വിളമ്പി കാണും, അതുകൊണ്ടായിരിക്കണം അച്ഛൻ നമ്മളെ വിളിക്കുന്നേ. സത്യായിട്ടാ, അച്ഛന്റെ മുഖം കണ്ടാൽ അറിയാം. അച്ഛൻ എന്തോ പറഞ്ഞു കൊടുത്തോണ്ടാ അച്ഛൻ നമ്മളെ വിളിക്കുന്നേ. ചേടാ, എന്തുവാ ഈ അച്ഛമ്മ ഇങ്ങനെ? ഒരിടത്ത് വന്നാ കറങ്ങാനും സമ്മതിക്കത്തില്ല, ഒരേ ഇടത്ത് നിക്കണം. അല്ല പിന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് കുറ്റി അടിച്ചപ്പോൾ ഒരേ സ്ഥലത്ത് നിൽക്കാനാണെങ്കിൽ നമ്മൾ കൊണ്ടിരുന്നോ? അരികെ വന്നാ പോരായിരുന്നോ? ആകെ ചടപ്പിച്ച്. ഓ നോക്കണ്ട, അച്ഛമ്മന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. വരി, അച്ഛന്റെ അടുത്തേക്ക് പോവാ. ഇനിയിപ്പോ പോയില്ലാന്നുണ്ടെങ്കിലേ വേറെ വല്ലതും പറഞ്ഞു കൊടുക്കും. ഒക്കെ തീയക്കുട്ടിയും പപ്പിയാണ്ടി വരുന്ന വരിക. അവര് വന്നു കഴിഞ്ഞാ അച്ഛമ്മ പിന്നെ അവരെ വൈത്താലെ പോയിക്കോളും. അപ്പൊ പിന്നെ നമുക്ക് ഇറങ്ങാന്നേ. അത് ചേച്ചി പറഞ്ഞ സത്യാട്ടോ. തീയക്കുട്ടി വന്നതിന് ശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. അതാകുമ്പോ അച്ഛമ്മക്ക് നമ്മളൊന്നും കാണത്തില്ല. ഓ കണ്ട, വിളിച്ചിട്ട് എത്ര നേരെ അവിടെ കുശലവും പറഞ്ഞ് നിക്കുവാ. ഉണ്ണിയേ, ആ പിള്ളേരെ കൊണ്ട് വരാൻ നോക്കടാ. ഓ മതി മതി, ഇനിയിപ്പോ എന്തുണ്ടെങ്കിലും പിന്നെ സംസാരിക്കാം. വേ നടത്താൻ നോക്ക്. അനു, കുഞ്ഞാറ്റിന്റെ കൈ പിടിച്ചേ. അല്ല, ആരിത്? രമണിയോ? സുഖം തന്നെ ചേട്ടത്തി. ഓ എനിക്ക് എന്താടി, ഞാൻ സുഖമായിട്ടിരിക്കുന്നേ. അല്ല, മോനും മരുമോളും പേരക്കുട്ടികളൊക്കെ എന്തേ? വരുന്നുണ്ട്. ശരി. പിന്നാമ്പുറത്താണെങ്കിൽ ഷീറ്റൊക്കെ വലിച്ചു കെട്ടിക്കണേ. തലകളിയൊക്കെ തുടങ്ങുമ്പോഴേ നല്ല തിരക്കായിരിക്കും. നമുക്ക് നമ്മളെ കൊലായത്തിന് ഇരുന്ന് കാണാലോ. ഓ അതേതായാലും നന്നായിക്കണേ. കഴിഞ്ഞ വട്ടം നിന്നേ നടുവിന്റെ ഊപ്പാട് ഇളകിക്കണേ. ഈ വട്ടെങ്കിലും ഒന്ന് നീണ്ടു നിവർന്നിരിക്കണം. വന്നോടാ, ഇപ്പൊ നിന്നെ കുറിച്ച് അന്വേഷിച്ചതേ ഉള്ളൂ. അല്ല സീത എന്തേ? സീതനെയും പിള്ളേരെ കാണാനില്ലല്ലോ. അവര് വരുന്നുണ്ട് വല്യമ്മേ. പിള്ളേരെയും സീതനൊക്കെ കണ്ടിട്ട് എത്രയായെന്നോ? അല്ല എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? വരി, അകത്തോട്ട് കേറിയിരിക്കാം. വാടാ. അമ്മ ചെല്ലേ, സീതയും പിള്ളേരും വന്നോട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഓ അവളോട് പറയണ്ടേ, ഒരിടത്ത് അനങ്ങത്തില്ല അല്ലേ? ഓ എന്റെ അമ്മേ, അതല്ല, ഇവിടേക്കാ വരുന്നെന്ന് അവക്ക് അറിയത്തില്ലല്ലോ. അപ്പോ അവളും പിള്ളേരും നമ്മൾ അന്വേഷിക്കത്തില്ലേ? അതാ അവരെ കൂട്ടിട്ട് വരാം. അമ്മ ചെല്ലേ. എന്താ ഇനി പുറത്തന്നെ നിൽക്കുന്നേ? അകത്തോട്ട് വരീന്നേ. വരുന്നേ. അതെ മോളെ. ഇപ്പൊ തന്നെ ഒരുക്കത്തില്ല മക്കളെ. ഉത്സവം തുടങ്ങാന് ഇനിയും കുറെ ടൈം ഉണ്ടല്ലോ. ഉത്സവം തുടങ്ങുന്ന ഏതാണ്ട് 2 മണിക്കൂർ മുന്നേ ഇതിനെ ഒരുക്കാൻ നിൽക്കൂ. അതാ മക്കളെ, അതുകൊണ്ടാ ഇപ്പൊ തന്നെ ഒരുക്കാത്തെ. അവന് കുറച്ച് വയറ് നിറയെ ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് കൂളാവുന്ന സമയത്ത് മെല്ലെ ഒരുക്കാൻ തുടങ്ങും. ഇവന്റെ പേര് ഗണേശൻ. അതന്നെ അമ്മ, എന്തോന്നത്? ഈ അച്ഛമ്മക്ക് എന്തിന്റെ കേടാ? ഇതിലും ഭേദം ഞങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നതായിരുന്നു.
അക്ഷയെ കണ്ടിട്ട് എത്ര നാളായി. ഓ അതിനിപ്പോ സാറ് വലിയ ബിസിയിലൊക്കെയാണല്ലോ. നമ്മളൊക്കെ വിളിക്കാൻ എവിടുന്ന നേരം. ഓ പിന്നെ ഒന്ന് പോയേടാ. ഞാനാണല്ലോ മലേഷ്യയിലേക്ക് പഠിക്കാൻ പോയത്. മലേഷ്യയിലേക്ക് പഠിക്കാൻ പോയെന്ന് കരുതി വിളിക്കാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. ഓ എന്റെ അക്ഷയെ വിളിക്കാഞ്ഞിട്ടല്ല, വിളിച്ചിട്ട് കിട്ടണ്ടേ. വിശ്വസിച്ച് ഈ ചെറുക്കന്റെ ഒരു കാര്യേ. അല്ല നീ എപ്പോഴാ നാട്ടിലെത്തിയേ അത് പറ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനതേ ഇന്നലെത്തിയതേ ഉള്ളൂ. നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി നേരെ ഇങ്ങോട്ടേക്കാ പോന്നേ. എടാ ശരിക്കും? എടാ കൊച്ചു കള്ള, അപ്പൊ നീ എന്നെ മറന്നിട്ടൊന്നുമില്ലല്ലേ? അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുവോടെ? നൻപേണ്ട. എടാ വാ ചായ കുടിച്ചിട്ട് വരാം. അമ്മേ എന്റെ ഫേവറേറ്റ് ഉണ്ണിയപ്പുണ്ടോ ചായക്ക്? ദേ വന്ന്. നമുക്കൊരു 6:30 ആവുമ്പം അങ്ങോട്ടേക്ക് ഇറങ്ങാം അല്ലേ? ഓ അതാ നല്ലത്. നേരത്തെ പോയിട്ട് വെറുതെ അവിടെ നിക്കണ്ടായോ? അതാ ഞാനും വിചാരിച്ചേ. അല്ല പപ്പി വിളിച്ചായിരുന്നോ? അവള് എവിടെ എത്തിന്നാ പറഞ്ഞേ? അവള് ഏതാണ്ട് എത്താനായി ഏട്ടത്തി. അത് ശരി. അച്ഛമ്മേ എന്താ? അത് പിന്നെ ഒന്നിനും പോരണ്ട അച്ഛമ്മേ. ഓ പോവാനുണ്ടെങ്കിൽ പോകച്ചേ. എന്നോട് ഒന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ രമണി കുഞ്ഞാറ്റ എന്താ പറയുന്നേ? ഓ അത് പിന്നെ അവക്ക് ബാത്റൂമിൽ പോവാനുണ്ടത്രേ. ഈ പിള്ളേരൊരു കാര്യേ എവിടെങ്കിലൊക്കെ പോണെങ്കിലേ എന്നോട് പറയാണ്ട് പോത്തില്ല. അതാ ഇനി എന്താ നോക്കി നിക്കുന്നേ? ചെല്ലേ. അയ്യോ ആ കാര്യം പറയാൻ മറന്നിട്ടോ. ഇവിടെ ബാത്റൂമിൽ പണി നടക്കുന്നുണ്ടേ. അയ്യോ അത് ശരി. അല്ല ചേട്ടത്തി, അപ്പോ ബാത്റൂമിൽ പോവാണ്ടെങ്കിൽ എവിടെ പോവും? ദേ നമ്മളെ ബാക്കിലുള്ള തറവാടുണ്ടല്ലോ, അവിടുത്തെ ബാത്റൂമാ.